പക്ഷെ അന്യജാതിയിൽപ്പെട്ടവനൊന്നും ബ്ലഡ് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അന്യജാതിക്കാരന്മാരുടെ ശരീരത്തിൽ എൻ്റെ ബ്ലഡ് ഓടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും ചോരയ്ക്ക് ഒരേ കളറല്ലേ അച്ഛാ? എന്നെ കൂടുതൽ ഭരിക്കാൻ വരരുതേ. എടാ നിങ്ങൾ പരമാവധി ബ്ലഡ് സംഘടിപ്പിക്കേ. ആ ശരി അച്ഛാ, അച്ഛൻ്റെ ബ്ലഡ് ഓ നെഗറ്റീവ് അല്ലേ? അതെ. അച്ഛൻ്റെ കൂട്ടുകാരൻ ആയുഷ് ആക്സിഡന്റ് ആയി, ഇത്തിരി ബ്ലഡ് വേണം. അച്ഛനൊന്ന് വന്നിരുന്നെങ്കിൽ. ഏത് രാജേഷാണ്? അച്ഛൻ അറിയാവുന്ന, അവനോട് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്കും അറിയാം. ഓ, ആ രാജേഷ്. അവൻ നമ്മുടെ ജാതിയൊന്നും അല്ലല്ലോ. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് ജാതി മതം നോക്കുന്നത്. ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്യും. പക്ഷെ അന്യജാതിയിൽപ്പെട്ടവനൊന്നും ബ്ലഡ് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അന്യജാതിക്കാരന്മാരുടെ ശരീരത്തിൽ എൻ്റെ ബ്ലഡ് ഓടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും ചോരയ്ക്ക് ഒരേ കളറല്ലേ അച്ഛാ? എന്നെ കൂടുതൽ ഭരിക്കാൻ വരരുതേ. നീ ചിലക്കാതെ നിന്റെ പാട്ടിന് പോ. കണ്ട ജാതിക്കാരന്മാരുടെ കൂടെ നടന്നിട്ട് നടക്കുന്നു ബ്ലഡ് ഉണ്ടാക്കണം. ചേട്ടാ, രഞ്ജിത്തില്ലേ ഇവിടെ? മോനെ രഞ്ജിത്തെ, ഒരാൾ വന്നിരിക്കുന്നടാ. ആ അച്ഛാ, വാ കേറ്. കയറുന്നില്ല മോനെ, അച്ഛനെ കണ്ടിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, വാ കേറിങ്ങോട്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ചത്ത് ജീവിച്ച് ഇവിടം വരെയൊക്കെ എത്തി. ആക്സിഡൻ്റായി വഴി കിടക്കുകയായിരുന്നു. ഒരുപാട് ബ്ലഡൊക്കെ പോയി. ആരൊക്കെയോ ചേർന്ന് ആശുപത്രി കൊണ്ടുവന്ന് കാണിച്ചു. ആരൊക്കെയോ ഒരുപാട് ബ്ലഡൊക്കെ തന്നു. അതുകൊണ്ടൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ശരിയായി വരുമായിരിക്കും. മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. കുറേ ആളുകൾ ബ്ലഡൊക്കെ തന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ആ മോനെ, കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കണ. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അച്ഛാ, വെള്ളം കുടിച്ചില്ല, ഇവിടെ വന്നതല്ലേ? വേണ്ട മോനെ, വെള്ളമൊന്നും വേണ്ട. ഞാനേ വില്ലേജ് ഓഫീസ് വരെ വന്നത്. അപ്പം അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാം ശരിയാവും കേട്ടോ, പെട്ടെന്ന്. ദേഹമൊന്നും അത് കനക്കണ്ട, കുറച്ച് നാൾ സമയം പിടിക്കും കേട്ടോ. എല്ലാം ദൈവം ശരിയാകും, ഞാൻ പ്രാർത്ഥിക്കും. നല്ലൊരു മനുഷ്യൻ അല്ലയോടാ? നല്ല മനുഷ്യന്മാരെ കൊണ്ടച്ചാ, എല്ലാരും അച്ഛനെ പോലല്ല. ആ പോയ ആരാ അച്ഛൻ അറിയാവോ? ഒരു 6 മാസം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ്റെ ആയുഷ് ബ്ലഡ് കിട്ടാതെ മരിച്ചായിരുന്നു. അച്ഛന് ഓർമ്മയുണ്ടോ? അച്ഛൻ ജാതി നോക്കിയേ ബ്ലഡ് കൊടുക്കത്തുള്ളൂ പറഞ്ഞു. അവൻ്റെ അച്ഛനത്. അത് മാത്രമല്ല, അച്ഛൻ പറഞ്ഞല്ലോ ആക്സിഡൻ്റ് ആയ സമയത്ത് അച്ഛനെ ആരുണ്ടൊക്കെ ചേർന്ന് പൊക്കിക്കൊണ്ട് പോയത്. അത് വേറെ ആരുമല്ല, അതും ആ മനുഷ്യനായിരുന്നു. അച്ഛന് ബ്ലഡ് തന്നതും ആ മനുഷ്യനാണ്. ഇനിയെങ്കിലും മനുഷ്യമായിട്ട് ജീവിക്കച്ചാ.